കുട്ടികൾക്കും സുഖസാറാണ്. നമ്മുടെ +2 സേ അല്ലെങ്കിൽ +1 ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്ന കുട്ടികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഒന്ന് പറയാൻ പോകുന്നത്. മിക്ക കുട്ടികൾക്കും ഒന്നിൽ കൂടുതൽ പേപ്പറുകൾ എഴുതാനുള്ളവരാണ്. ഒന്ന് മാത്രമായിട്ട് എഴുതുന്നവരുടെ എണ്ണം വളരെ കുറവായിട്ടാണ് നമ്മളിപ്പോൾ ഇത്രയും നാളത്തെ കുറേ നാൾ, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ചൊന്ന് പറയാമെന്ന് വെച്ചത്. ഒത്തിരി കുട്ടികളുമായിട്ട് നമ്മളിങ്ങനെ ആശയവിനിമയം നടത്തിയായിരുന്നു. അവരുടെ മാർക്കുകൾ, ഒത്തിരി കുട്ടികളുടെ ഏതാണ് എഴുതേണ്ടതെന്നുള്ള കൺഫ്യൂഷൻസുകളൊക്കെ മാക്സിമം നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പല കുട്ടികളും വിചാരിച്ച പോലെ അല്ല, അവർക്ക് ക്ലിയറായിട്ട് നല്ലൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ഏത് എഴുതണം എന്നുള്ളതും അവർക്ക് എങ്ങനെ ജയിക്കണമെന്നുള്ളതും. അതിനുള്ളൊരു കോൺഫിഡൻസ് ലെവലാക്കി നമ്മൾ അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നിട്ടുള്ള മിക്ക പോസ്റ്റുകൾക്കും ക്ലിയറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി പേര് വാട്സപ്പിലും ഒത്തിരി കുട്ടികൾ നേരിട്ട് വിളിച്ചും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള +1 ഇമ്പ്രൂവ്മെൻറ്റും +2ൻ്റെ റിസൾട്ട് രണ്ടും വേണം. അല്ലെങ്കിൽ +2 മാത്രമായിട്ട് അയച്ചാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല +1 എത്ര കിട്ടിയെന്നുള്ളത്. അപ്പോൾ +1 ഇമ്പ്രൂവ്മെൻറ്റോ അതും പിന്നെ +2ൻ്റെയും കൂടെ റിസൾട്ട് വെച്ചുകൊണ്ട് തന്നാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മാക്സിമം ഞാൻ ഉള്ള സമയത്തിനുള്ളിൽ കൃത്യമായിട്ടുള്ളൊരു പിക്ചർ നിങ്ങൾക്ക് തരാൻ പറ്റും. ഞാനിപ്പോൾ പറയാൻ വന്നതൊന്നുമല്ല, പല കുട്ടികൾക്കും ഒന്നിലധികം പേപ്പറുകൾ എഴുതാറുണ്ട്. ഈ പേപ്പറുകൾ എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ മാത്സ് തന്നെയാണെങ്കിൽ +1 ഇമ്പ്രൂവ്മെൻറ്റും +2ഉം എഴുതേണ്ടവരുണ്ട്. അപ്പോൾ 2 പേപ്പറായില്ലേ. അതുപോലെ ഫിസിക്സിൻ്റെ അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ പല കുട്ടികൾക്കും മിനിമം 2 ഉള്ളവരായിട്ടാണ് ഞാൻ അറിഞ്ഞത്. 2 എക്സാം എഴുതാനുള്ളവരാണ്. നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളത് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാതെ സമയമുണ്ട് പതുക്കെ പഠിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് പോകുന്നത് വലിയൊരു അബദ്ധത്തിലൂടെയായിരിക്കും. നിങ്ങളെന്തായാലും ഫെയിലായി. അതെന്താ പ്രശ്നങ്ങൾ? പല കാര്യങ്ങൾ കാണും. ഒന്നുകിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം പഠിക്കുന്നത്, ഇല്ലെങ്കിൽ നിങ്ങൾ ഉഴപ്പിക്കാണും പഠിക്കാൻ കഴിവുള്ളതായിരിക്കാം. ഇങ്ങനെ പല കാരണങ്ങൾ അതിൻ്റെ മുന്നിലുണ്ട്. ഈ കാരണങ്ങളൊക്കെ ഇനി മുന്നിൽ നിരത്തിയിട്ടൊന്നും കാര്യമില്ല. ഇനിയും നമ്മൾ പോകുന്ന യാത്ര നല്ല വൃത്തിയായിട്ട് പോവുക എന്നുള്ളതാണ്. ഇനി ജയിക്കാൻ വേണ്ടിയുള്ളൊരു യാത്രയായിരിക്കണം. ജയിച്ചേ മടങ്ങൂ എന്നുള്ള രീതിക്കുള്ളൊരു എക്സാമിന് പോക്കായിരിക്കണം. അല്ലാതെ ഇനിയും നമ്മൾ ഒരു റിസ്ക് എടുക്കുക, പറ്റുന്നെങ്കിൽ ജയിക്കാം, അല്ലെങ്കിൽ എഴുതി അന്നൊന്നുള്ള ആവരുത്. ജയിക്കുമെന്നുള്ള കോൺഫിഡൻസ് ലെവലിൽ എത്തിച്ചുകൊണ്ടുള്ള പഠിത്തമായിരിക്കണം. ഈ 2-3 പേപ്പറുകൾ എഴുതാനുള്ളവർ, ഇപ്പം മാത്സിൻ്റെ +1 +2, കെമിസ്ട്രിയുടെ ഫസ്റ്റ് ഇയറാണ്, അപ്പോൾ 3 പേപ്പറായി. അല്ലെങ്കിൽ ഫിസിക്സിൻ്റെയും കൂടെ സെക്കൻഡ് ഇയർ, അങ്ങനെ വരുമ്പോൾ 4 പേപ്പർ. ഇതൊക്കെ ഉള്ളവർ വളരെ ബുദ്ധിമുട്ടി വേണം, മീൻസ് അത്ര എളുപ്പമൊന്നുമല്ല ജയിച്ച് വരാൻ. നിങ്ങളതുകൊണ്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. ഏറ്റവും നന്നായിട്ട് നല്ലതുപോലെ പഠിച്ചു തുടങ്ങി, അല്ലെങ്കിൽ പിന്നെയും പണി കിട്ടും. ഈ 4 പേപ്പർ 3 നല്ലതായി, 1 പോയി, പിന്നെയും പ്രശ്നം തന്നെയല്ലേ. അപ്പോൾ ഓർത്തോണം, 4 പേപ്പർ ഉണ്ടെങ്കിൽ 4 എഴുതാൻ തയ്യാറായിട്ട് വേണം പഠിക്കാൻ. 3 ആണെങ്കിൽ 3, 2 ആണെങ്കിൽ 2 പേപ്പറേ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഉഴപ്പരുത്. ഇല്ലെങ്കിൽ ഈസിയാണെന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് പഠിച്ചു തുടങ്ങാം. ഇപ്പോഴേ പഠിച്ചോ. ഏറ്റവും നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് അടുത്ത വർഷം ജനുവരി കഴിയുമ്പോഴത്തേക്ക് ഓക്കെ എക്സാം വരട്ടെ, ഞാൻ തകർത്തോളാം എന്നുള്ള രീതിയിൽ കൂടെ വേണം എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാൻ. അല്ലാതെ ലാസ്റ്റ് ആവട്ടെ. ഒത്തിരി കുട്ടികൾ എൻ്റെ അടുത്ത് അങ്ങനെ ചോദിക്കാനുണ്ട്. പലരും പല കോഴ്സിനൊക്കെ പോകുമ്പോൾ ലാസ്റ്റ് ഒന്ന് പഠിച്ചാൽ മതിയോ? ഒരിക്കലും അങ്ങനത്തെ ഒരു അബദ്ധത്തിൽ നിങ്ങൾ പോകരുത്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോ. ഏറ്റവും നന്നായിട്ട് നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും നല്ല സഹായകരമാവുന്ന രീതിയിൽ കൂടെ ഉള്ള ക്ലാസ്സുകളാണ് ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി +1 ആൻഡ് +2 രണ്ടും കിട്ടും. ഏറ്റവും നല്ല രീതിയിൽ കൂടെ നിങ്ങൾ ഉറപ്പിച്ച് ജയിപ്പിക്കുന്ന രീതിയിൽ കൂടെ ആയിരിക്കും തരുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒത്തിരി വർഷങ്ങളായിട്ട് നമ്മൾ ഈ ക്ലാസ് എടുത്ത് കൊടുക്കുന്നതുകൊണ്ട് ഒരു കുട്ടിയുടെ ബുദ്ധിമുട്ടിനനുസരിച്ചുള്ള ക്ലാസ്സുകളും അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസുകൾ ഇൻഡിവിജ്വലായിട്ട് തരാനും നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ അല്ലാതെ ഇനിയും നിങ്ങളൊരു ഞാൻ പറഞ്ഞ പോലെ ചെറിയൊരു ഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ടെന്ന് ചിലർ പറയാറുണ്ട്. ഞാൻ പറയുന്നത് ഇതൊരു വലിയൊരു ഫീസായിട്ട് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം ഇത് കഴിഞ്ഞ് പോകുന്ന കോഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 അല്ലെങ്കിൽ 1 lakh ഒക്കെ മേളിൽ പോകുന്ന കോഴ്സുകളാണ്. അതിനിടയ്ക്ക് ചെറിയൊരു ഫീസ് കൊടുത്ത് ഇതിനെ ജയിക്കാനുള്ളൊരു വഴിക്ക് വേണ്ടി ഒരിക്കലും നിങ്ങൾ മടി കാണിക്കരുതെന്നേ പറയുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ പഠിക്കുന്നതിനെക്കുറിച്ചുള്ളൊരു ഇമ്പോർട്ടൻസിന് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ വന്നത്. ആരെങ്കിലും ഉഴപ്പുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഉഴപ്പിയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും പതുക്കെ പഠിക്കുന്നുള്ളൂ എന്ന് തീരുമാനം എടുത്തെങ്കിൽ അത്
ഏറ്റവും വലിയൊരു അബദ്ധമായിരിക്കും. ഒരിക്കലും അങ്ങനെ ആവരുത്. ഓക്കെ, ഇനി മറ്റുള്ള പല പല കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടതും അതേപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിനെ കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം ഈ ചാനലിൽ ഉടൻ നിങ്ങൾ എത്തിച്ചിരിക്കും കൃത്യമായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്തോണം. എല്ലാവരും മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലോട്ടൊന്ന് ഇത് എഴുതാനുള്ളവരിലോട്ടൊന്ന് ഷെയർ ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പഠിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളൊന്ന് കൂടെ പ്രാർത്ഥിച്ചാൽ മതി. ഗുഡ് ബൈ.